ഞാൻ ശ്രീലേഖ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ഊർജത്തിൻ്റെ പ്രധാന സ്രോതസ് സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവ് ചെയ്ത് കാണുക. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ 2010 കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ അമ്പരപ്പിക്കുന്ന പല കാഴ്ചകളും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ കൊണാർക്കിലേക്ക് പോയത്. കൊണാർക്കിലെ കാഴ്ച എന്ന് പറയുന്നത് അമ്പരപ്പ് മാത്രമല്ല, ശരിക്കും ഒരു അത്ഭുതം കൂടെയാണ്. ആ അത്ഭുത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഒറിയൻ വാസ്തുവിദ്യയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് കൊണാർക്കിലെ ഈ സൂര്യക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉള്ള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ സൂര്യക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് 2 വ്യാളി രൂപങ്ങളാണ്. 7 കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രഥത്തിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലായി 12 ചക്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ചക്രത്തിൻ്റെ നിഴൽ നോക്കിയായിരുന്നു പണ്ട് കാലങ്ങളിൽ സമയം നോക്കിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. 13ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഗംഗാ രാജവംശത്തിലെ രാജാവായ നരസിംഹദേവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗമാണിത്. ഇവിടെയായിരുന്നു സൂര്യദേവൻ്റെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് അല്ല, അത് കുറേ കാലങ്ങളായിട്ട് അത് അവിടെ ഇല്ല. അത് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും ഒരു ധാരണയുമില്ല. 12 വർഷം എടുത്തു ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ എന്നാണ് രേഖകളിലൊക്കെ പറയുന്നത്. പിന്നെ ഏകദേശം 1500 പണിക്കാരുടെ സഹായത്തോടു കൂടെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളതും എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി കാരണം ഇതിൻ്റെ എല്ലാ കോണുകളിലും സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് പതിക്കും. അത് നമുക്ക് അവിടെ പോയിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ മുൻപിലായി നിൽക്കുന്ന ഈ കൽമണ്ഡപം, ഇതിനെ നടന മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ധാരാളം കൽപ്രതിമകൾ കാണാൻ പറ്റും. ദേവീദേവന്മാരുടെ രൂപങ്ങൾ, പുരാണ കഥാപാത്രങ്ങൾ, നൃത്തം ചെയ്യുന്ന അപ്സരസുകൾ, മൃഗങ്ങളുടെ രൂപങ്ങൾ, അങ്ങനെ പല കൊത്തുപണികളും നമ്മൾക്ക് ഈ മണ്ഡപങ്ങളിൽ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭാരതീയ ശില്പകലയുടെ ഒരു മനോഹാരിത. ഇവിടുത്തെ ഓരോ ചെറിയ കൊത്തുപണികൾ കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അന്നത്തെ ആളുകളുടെ കഴിവും പ്രാപ്തിയും ബുദ്ധിയും എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ ഓരോ ചെറിയ കല്ലിലുമുണ്ട് ഓരോ കൊത്തുപണികൾ. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ എങ്ങനെ ആളുകൾക്ക് ചെയ്യാൻ പറ്റി? ഇന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ മെഷീൻ വർക്ക് അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ആ കാലത്ത് എല്ലാ കൊത്തുപണികളും കൈകൊണ്ട് തന്നെ ചെയ്തിരുന്ന ആ കൊത്തുപണികൾ, അതുകൊണ്ട് തന്നെ അതിനൊരു മഹത്തായ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു സൗന്ദര്യമാണ് ആ കൽപ്രതിമകൾക്ക് അല്ലെങ്കിൽ ഈ കൊത്തുപണികൾക്കൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ക്ഷേത്രത്തെ പറ്റി ശ്രീ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിർവീര്യമാക്കുന്നുവെന്ന്. ആ ഒരു വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ സൗന്ദര്യം. നടന മണ്ഡപം കഴിഞ്ഞ് നമ്മുടെ മെയിനായിട്ട് ജഗ്മോഹൻ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ കൊത്തുപണികൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൊത്തുപണികളാണ്. അത് വത്സായനൻ്റെ കാമസൂത്രയിൽ പരാമർശിച്ചിട്ടുള്ള കുറേ സെക്സ് പോസ്റ്റേഴ്സാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ കാമം അല്ലെങ്കിൽ ലൈംഗികത എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ്. അതിലൂടെയാണ് ശരിക്കും ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. പലതരത്തിലുള്ള ശൃംഗാര ഭാവങ്ങൾ നമുക്ക് ഇവിടെ ധാരാളം കാണാൻ പറ്റും ഈ ഓരോ കൊത്തുപണികളിലും. ഇതിൻ്റെ ഓരോ ചക്രത്തിലും ഓരോ രീതിയിലുള്ള സെക്സ് പോസ്റ്റേഴ്സാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ചക്രങ്ങളിൽ മാത്രമല്ല, എല്ലാ തൂണുകളിലും എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അത് കാണാൻ പറ്റും. എന്തിന് ഇവിടുത്തെ ഡ്രെയിനേജ് പോലും നമ്മുടെ മനുഷ്യൻ്റെ അനാട്ടമി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റൂ. ഇന്ന് ഈ കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കുറേ അധികം ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്.
അതിൽ നിന്നും കുറച്ച് ഈ വിഗ്രഹങ്ങളും കൊത്തുപണികളൊക്കെ ഉള്ള കാര്യങ്ങൾ അത് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ അടുത്ത്, അവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെയുള്ള കൽപ്രതിമകളൊക്കെ കാണാം, അതും അവിടെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോൾ പോയാലും അവിടെ കുറേ ഇരുമ്പ് തൂണുകൾ താങ്ങി നിർത്തുന്നതായിട്ട് കാണാം, അതും ഇത് വീഴാതിരിക്കാൻ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും നന്നായിട്ട് തന്നെ ഇത് പ്രിസർവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത തലമുറയിലുള്ള എല്ലാ ആളുകളുടെയും ഒരു കടമയാണ് ഇതൊക്കെ നമ്മൾ ഈ പൈതൃകങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അവിടെ പോകുമ്പം അവിടെ വൃത്തികേടാക്കാതിരിക്കാനും നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇതിൻ്റെ നാശത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പ്രധാന കാരണം പല ആക്രമണങ്ങൾക്കും വിധേയമായിട്ടും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. ഇതിൻ്റെ നശിപ്പിക്കപ്പെട്ട കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ അടുത്ത്, അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ശില്പങ്ങളൊക്കെ നമുക്ക് ചുറ്റും കാണാനും പറ്റും, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു, അതിൽ നിന്ന് നശിപ്പിക്കപ്പെട്ടവയാണ് അതൊക്കെ. പിന്നെ പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു കാന്തിക ശക്തിയുള്ള ഒരു കല്ലുണ്ടായിരുന്നെന്ന്. അതിൻ്റെ ഈ കാന്തിക ശക്തി കാരണം ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെയുള്ള സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കപ്പലുകളൊക്കെ വഴിതെറ്റി പോകുന്നു എന്ന്. അത് കാരണം കാന്തിക പ്രഭാവമുള്ള ഈ കല്ലിൻ്റെ ഈ ശക്തി കാരണം കപ്പലുകളിലെ ഈ ദിശ കാണിക്കുന്ന കോമ്പസ് പ്രവർത്തനരഹിതമാകുന്നു എന്നാണ്. അപ്പോൾ അത് ശരിയായ ദിശയിലേക്ക് പോകുന്നതിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ പുറമേയുള്ള കുറേ കച്ചവടക്കാർ ഇത് മനസ്സിലാക്കി സൂര്യക്ഷേത്രത്തിൻ്റെ ഈ കല്ല് നീക്കം ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ എല്ലാ കല്ലുകളെയും ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചിരുന്ന ആ കല്ല് തകർന്നതോടുകൂടെ ക്ഷേത്രത്തിൻ്റെ ഈ സന്തുലതയെ ബാധിച്ചു എന്നും പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അത് വർഷം തോറും കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഡാൻസേഴ്സിന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം. അത് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അത് 3 ദിവസമാണ് ഇവിടെയുള്ള ഈ ഫെസ്റ്റിവൽ. സാധാരണയായി അത് ഫെബ്രുവരി മാസങ്ങളിലാണ് നടന്നു വരുന്നത്. പിന്നെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് പൂജയോ വഴിപാടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇപ്പം നടക്കുന്നില്ല. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിച്ചു പോരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പകലില്ല രാത്രിയില്ല, എല്ലാം ഒരേപോലെ. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെ ജീവൻ്റെ തുടിപ്പ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അത്. അപ്പം ഈ ലോകത്തിൻ്റെ സ്പന്ദനം തന്നെ കുടികൊള്ളുന്നത് സൂര്യനിലാണ്, നമ്മുടെ ഊർജത്തിൻ്റെ പ്രധാന സ്രോതസ്സ്. അപ്പോൾ പുരാതന കാലം മുതലേ സൂര്യാരാധന നിലനിന്നു പോന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് കൊണാർക്കിലെ ഈ സൂര്യക്ഷേത്രം. ഇന്ത്യയിൽ ഇതേപോലെ വളരെ കുറച്ച് സൂര്യക്ഷേത്രങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സൂര്യക്ഷേത്രമാണ് മാർത്താണ്ഡ സൺ ടെമ്പിൾ. അത് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ്, കാശ്മീരിലുള്ള അനന്തനാഗ് എന്ന സ്ഥലത്ത്. അവിടെയും സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ കാശ്മീർ സന്ദർശിക്കുന്ന അധികം ആളുകൾക്കും ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി വലിയ അറിവ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ പോയപ്പോൾ അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതേപോലെ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അത് അരുണാചൽ പ്രദേശിലാണ്. ഡോണി പോളോ എന്നറിയപ്പെടുന്ന ഒരു ട്രൈബൽ ആൾക്കാർ. ഡോണി പോളോ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും എന്നാണ് അർത്ഥം. അവിടെയുള്ള ആളുകൾ സൂര്യനെയും ചന്ദ്രനെയുമാണ് ആരാധിച്ചിരുന്നത്. അവിടെയും പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. അവിടെയുള്ള കാഴ്ചകൾ ഞാൻ വേറെ ഒരു വീഡിയോയിലിടാം. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ ഈ ലോകാത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, ആ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പെടാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന്. നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെല്ലാം കാണുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ശരിക്കും അത് നമ്മുടെ പൂർവികന്മാരുടെ ഒരു കരവിരുതും അതിലുള്ള നൈപുണ്യവും പിന്നെ പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതും
ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം, ഇത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതും. നമ്മൾ കുട്ടികൾ മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം പാരമ്പര്യം ഉള്ള ഒരു നാട്ടിൽ ജനിച്ച ആളുകളാണെന്നും അത് എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടെന്നും ഉള്ള ആ ഒരു കാര്യം നമ്മൾ കുട്ടികളെയും ബോധവൽക്കരിക്കണം. ഇതൊക്കെയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.